ഇതിങ്ങനെ വിട്ടാൽ പറ്റൂല കേട്ടോ എന്നാല്. അത് തന്നെ ഞാനും പറയുന്നത്. എല്ലാ ചണ്ടിയും ചപ്പും ചവറും ഒക്കെ ഉണ്ട് ഈ ഗ്രൂപ്പിൽ. ഇതൊന്നും ഇതിലിടരുതെന്ന് ഇയ്യനെ അങ്ങോട്ട് പറഞ്ഞാള്. ഞാൻ പറയട്ടെ പറയട്ടെ, അതിനൊരു പ്രശ്നം ഉണ്ടാകണ്ട. ഇല്ലല്ലോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് പറയണ്ടേ പറയാലോ. പറയാനാണോ? ഗ്രൂപ്പിൽ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഗ്രൂപ്പിൽ അനാവശ്യ വീഡിയോകളോ മെസ്സേജുകളോ ഇടരുത്. ഫോൺ ഹാങ് ആവുന്നുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെക്കട്ടെ. ഞാനൊരു ഗുഡ് മോർണിംഗ് ഇട്ട് തരാം. 24 മണിക്കൂറും ഫുട്ബോളുകളുടെ വീഡിയോസും എല്ലാം അവനിടാം. അപ്പോൾ ഫോണൊന്നും ഹാങ് ആവില്ല. റഷീദേ, ഇജ്ജ് ഗ്രൂപ്പിൽ കുറച്ച് പെണ്ണുങ്ങൾ ഇടിച്ചിട്ട് വലിയ ആളാവാൻ നിൽക്കരുത്. ഇജ്ജ് ഏറി വന്നാൽ ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കി വയ്ക്കും. ഈ ഗ്രൂപ്പ് നിന്ന് ഒഴിവാക്കിയാലും എനിക്ക് 100 ഗ്രൂപ്പ് വേറെ ഉണ്ട്. ഇജ്ജ് ഒരു കാര്യം ചെയ്തോ, ഇജ്ജായിട്ട് ഒഴിവാക്കി വിടും. അതാ വരുന്ന ഗ്രൂപ്പിൽ 2 എണ്ണം. സാബിറപ്പ അഭിനയത്തിലൊക്കെയാ വലിയ നടിയൊക്കെയാന്നാ വിചാരം. വരുന്നേ ഞാൻ കുന്നങ്കലം പോയിനി, ഓനെ ഇവിടുന്ന് കണ്ടതാ. നടന്നായിരുന്നു. നടികളൊക്കെ കാറിലാ വരണ്ടേ. ഈ ആക്കി പറഞ്ഞല്ലേ. ഞാനൊരു ഗുഡ് മോർണിംഗ് ഇട്ടപ്പോഴേക്ക് എൻ്റെ ഫോൺ ഹാങ് ആയിപ്പോയി അല്ലേ. ഫോൺ പറഞ്ഞാൽ പിന്നെ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുമോ? നിങ്ങൾ അയിമൽ തല്ലൂടാൻ നിൽക്കണ്ട, അതായിട്ട് വിട്ടാൽ. നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതേ തല്ലൂടാനൊന്നല്ല. അല്ല, എനിക്ക് പ്രസൻ്റ് ആയിട്ടൊന്നുമല്ല കേട്ടോ, ഞാനത് അപ്പോഴേ വിട്ട്. പിന്നെ സാബിയൻ്റെ അഭിനയമൊക്കെ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറാണ്. എന്താ അഭിനയോ? സാബിറ, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? വയസ്സാം കാലത്ത് അഭിനയിക്കാൻ നടക്കുന്നു. പോരെ പോയി എന്താ പണി ഉണ്ടോന്നോ? എൻ്റെ പണി ഇപ്പം പേരമക്കളെ നഴ്സറി കൊണ്ടുവരുന്നതല്ലേ. ഈ ആ പണി എടുത്താൽ മതി, എൻ്റെ കാര്യം ഈ നോക്കണ്ട. വയസ്സായാൽ പിന്നെ അതിനനുസരിച്ച് നടക്കണം, അല്ലാണ്ട് അഭിനയിച്ച് നടക്കലല്ല. അഭിനയത്തിന് പ്രത്യേകം വയസ്സൊന്നുമില്ല, അതിന് നല്ലൊരു മനസ്സുണ്ടായാൽ മതി. ഓക്കത് ഇഷ്ടമാണെങ്കിൽ അവൾ അഭിനയിച്ചോട്ടെ. ഒരുപാട് സമയം പ്രസംഗിച്ചും ക്ലാസ് എടുത്തും കുട്ടികളെ പഠിപ്പിക്കുന്ന സംഗതി 3 മിനിറ്റ് കൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാൻ അഭിനയിക്കുക, എനിക്കിപ്പോൾ എന്താ പ്രശ്നമോ? തൊപ്പി കുപ്പി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. അതൊക്കെ കുട്ടികളെ കാണുന്നുണ്ട്, അതിനൊന്നും നിങ്ങൾക്കൊരു പരാതിയും ഇല്ലല്ലേ? ഈ പറഞ്ഞൊക്കെ ശരി തന്നെയാ. നല്ല ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും കളിയാക്കാൻ നിൽക്കരുത്. പെണ്ണുങ്ങളൊക്കെ അസൂയണ്ട് എന്തൊക്കെയോ പറയുന്നതാണ്. ഈ നല്ലോണം അഭിനയിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. ഈ അഭിനയിച്ചോ? അല്ല, സംഗതിയൊക്കെ ശരി തന്നെ. എനിക്കിപ്പോൾ ഇല്ലെന്ത്. നമ്മുടെ ജീവിതത്തിൽ പണം ഉണ്ടാക്കുന്നത് എന്തിനാ? സന്തോഷിക്കാനല്ലേ. അതും കീഴിൽ കിട്ടുന്നുണ്ട്. എന്നാ അഭിനയിക്കാൻ ഞങ്ങളെയും കൂടി കൂട്ടുമോ?